ഫുക്കറ്റ് ഡൽഹി വിമാനം 300 അടി താഴ്ചയിലേക്ക് പതിച്ചതിന് പിന്നാലെ കർശന നടപടിയുമായി എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ പൈലറ്റുമാർക്ക് ഇന്നു മുതൽ നിർബന്ധിത ലഹരി പരിശോധന ഉണ്ടായിരിക്കും. വിമാനയാത്രക്കിടെ അരമണിക്കൂറോളം ഉറങ്ങിയിരുന്നതായി ക്യാപ്റ്റൻ മൊഴി നൽകിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ വാർത്ത തന്നെ നമ്മൾ പിന്തുടരുകയാണ്. കാരണം ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മുൻപ് നമുക്ക് വലിയ വിശ്വാസമായിരുന്നു, ബഹുമാനമായിരുന്നു. ടാറ്റയുടേതാണ്, ഭാരതത്തിൻ്റെ അഭിമാന സംവിധാനമാണ്, വിമാന സർവീസാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവന്മാർ അഹമ്മദാബാദിൽ തുടങ്ങിയതാണ് ആളുകളുടെ ജീവൻ കൊണ്ട് പന്താടുന്നത്. കഞ്ചാവടിച്ച് വിമാനമോടിക്കാൻ വരുന്ന പൈലറ്റ്, അത് എയർ ടർബുലൻസ് മൂലമാണ് വിമാനം താഴ്ചയിലേക്ക് പതിച്ചതെന്ന് ന്യായീകരിക്കുന്ന കമ്പനി ഏറ്റവും ഒടുവിൽ പിടികൂടും എന്നായപ്പോൾ നടപടിയിലേക്ക് കടക്കുകയാണ്. നിർബന്ധിതമായി ലഹരി പരിശോധന നടത്തുമത്രേ. പാവം യാത്രക്കാരുടെ കാര്യം കഷ്ടം എന്നല്ലാതെ പറയാനില്ല. വാർത്തയിലേക്ക്. ഫുക്കറ്റ് ഡൽഹി വിമാനത്തിന്റെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചെന്ന് വ്യക്തമായതോടെയാണ് DGCA നൽകിയ നിർദ്ദേശങ്ങളെക്കാൾ കടുത്ത നടപടികൾ എയർ ഇന്ത്യ സ്വീകരിച്ചത്. എല്ലാ പൈലറ്റുമാർക്കും നിർബന്ധിത ഡ്രഗ് സബ്സ്റ്റൻസ് പരിശോധന ഏർപ്പെടുത്തുവാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. ഇനി മുതൽ പൈലറ്റുമാർക്ക് പരിശീലന സമയത്തും വിമാന സർവീസിന് ശേഷവും നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുവാനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയിലായി 5000-ലധികം പൈലറ്റുമാരുണ്ട് എന്നാണ് കണക്കുകൾ. ഈ മാസം 4-ന് ഒഡീഷയ്ക്ക് മുകളിലെത്തി ാണ് വിമാനം താഴേക്ക് പതിച്ചത്. പരിക്കേറ്റവരുടെ എണ്ണത്തെക്കുറിച്ച് പൈലറ്റ് ATCA അറിയിച്ച കണക്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഉറക്ക പ്രശ്നങ്ങളെ തുടർന്ന് മരുന്ന് കഴിച്ചിരുന്നതായും യാത്രക്കിടെ അരമണിക്കൂറോളം ഉറങ്ങിയതായും ക്യാപ്റ്റൻ മൊഴി നൽകിയിട്ടുണ്ട്. ആ സമയം ഫസ്റ്റ് ഓഫീസറായ സഹ പൈലറ്റ് വിമാനം നിയന്ത്രിക്കുകയും ഓട്ടോ പൈലറ്റ് സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ 9 മുന്നറിയിപ്പാണ് വിമാനത്തിന് ലഭിച്ചത് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിമാനം ആകാശത്ത് വെച്ച് താഴേക്ക് പതിച്ചപ്പോൾ പരിക്കേറ്റ യാത്രക്കാർക്കും ജീവനക്കാർക്കും കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ജനം, ഡൽഹി.